തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവും ദൈവസ്നേഹത്തിൻ്റെ നിത്യപ്രതീകവുമാണ് യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയം. മാനവരാശിയോടുള്ള അളവറ്റ സ്നേഹത്താൽ മുറിവേറ്റ ആ ദിവ്യഹൃദയം കരുണയുടെയും ആശ്വാസത്തിൻ്റെയും അനന്തമായ ഉറവിടമായി നിലകൊള്ളുന്നു. ഈ തിരുഹൃദയ ഭക്തിക്ക് സഭയിൽ സവിശേഷമായ പ്രചാരം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഫ്രാൻസിലെ വിസിറ്റേഷൻ സന്യാസ സഭാംഗമായിരുന്ന വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്ക്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധയ്ക്ക് ലഭിച്ച യേശുവിൻ്റെ ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തിയുടെ ആധുനിക പ്രചാരത്തിന് അടിസ്ഥാനമിട്ടത്. എന്താണ് തിരുഹൃദയ ഭക്തിയുടെ ചരിത്ര പശ്ചാത്തലം? യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 34-ാം തിരുവചനം യേശുവിൻ്റെ പാർശ്വം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ആ സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്തെയും വെള്ളത്തെയും സഭയുടെ കൂദാശകളുടെ പ്രതീകമായി ആദ്യകാല സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചു. മധ്യകാലഘട്ടത്തിൽ വിശുദ്ധ ബെർണാദ്, വിശുദ്ധ ബൊനവെഞ്ചർ, വിശുദ്ധ ജത്രൂദ് തുടങ്ങിയ മിസ്റ്റിക്കുകൾ തങ്ങളുടെ രചനകളിലൂടെയും അനുഭവങ്ങളിലൂടെയും യേശുവിൻ്റെ സ്നേഹനിർഭരമായ ഹൃദയത്തെക്കുറിച്ച് സംസാരിച്ചു. എങ്കിലും ഒരു സാർവത്രിക സഭയായി, ഒരു സാർവത്രിക ഭക്തിയായി തിരുഹൃദയ ആരാധന പ്രചാരം നേടിയത് വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിന് ലഭിച്ച ദർശനങ്ങളെ തുടർന്നാണ്. 1673 ഡിസംബർ 27 മുതൽ 1675 ജൂൺ വരെയുള്ള കാലയളവിൽ വിശുദ്ധ മർഗരീത്ത മറിയത്തിന് യേശു ക്രിസ്തുവിൻ്റെ നിരവധി ദർശനങ്ങൾ ലഭിച്ചു. ഈ ദർശനങ്ങളിലൂടെയാണ് തിരുഹൃദയ ഭക്തിയുടെ പ്രധാന ഘടകങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടത്. ഒന്നാം പ്രധാന ദർശനം, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ദിനത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവൾക്ക് പ്രത്യക്ഷനായി. തൻ്റെ തിരുഹൃദയം കാണിച്ചുകൊണ്ട് യേശു പറഞ്ഞു, മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുകയും പ്രത്യുപകാരമായി അവരിൽ നിന്ന് നന്ദികേടും അവഗണനയും മാത്രം ലഭിക്കുകയും ചെയ്യുന്ന എൻ്റെ ഹൃദയം നീ കാണുക. മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാനും തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ തിരുഹൃദയത്തെ ആരാധിക്കാനും യേശു അവളോട് ആവശ്യപ്പെട്ടു. രണ്ടാം ദർശനം, കുറച്ച് നാളുകൾക്ക് ശേഷം യേശു വീണ്ടും പ്രത്യക്ഷനായി. ഇത്തവണ തിരുഹൃദയം തീജ്വാലകളാൽ ആവൃതമായും മുൾമുടി ധരിച്ചും കുരിശിനാൽ മകുടം ചാർത്തപ്പെട്ടു വരുന്നു. മനുഷ്യരുടെ പാപങ്ങൾ തൻ്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിച്ചു. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി എല്ലാ മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനും വ്യാഴാഴ്ച രാത്രി 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്താനും യേശു ആവശ്യപ്പെട്ടു. മൂന്നാം ദർശനം, ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ 8-ാം നാളിൽ യേശു മർഗരീത്തായ്ക്ക് പ്രത്യക്ഷനായി തൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു തിരുനാൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. ഈ തിരുനാൾ ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ 8-ാം ദിനത്തിന് ശേഷമുള്ള വെള്ളിയാഴ്ച ആഘോഷിക്കണമെന്നും അന്നേ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരുഹൃദയത്തോടുള്ള സ്നേഹക്കുറവും നിന്ദനത്തിനും പരിഹാരം ചെയ്യണമെന്നും യേശു നിർദ്ദേശിച്ചു. അവിടുന്ന് തൻ്റെ ഹൃദയം തുറന്നു കാട്ടി, മനുഷ്യരോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അഗാധത നോക്കുക. എന്നാൽ ഇതിനു പകരമായി ഭൂരിഭാഗം പേരിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് നന്ദികേടും അവഹേളനവുമാണ്. ഈ ദർശനങ്ങളിലൂടെ തിരുഹൃദയ ഭക്തിയുടെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ യേശു വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ നിരുപാധികവും അനന്തവുമായ സ്നേഹം, മനുഷ്യരുടെ പാപങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയോടുള്ള അവഗണന യേശുവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എന്ന തിരിച്ചറിവ്, പാപപരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാധാന്യം, ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന സ്വീകരണം, തിരുമണിക്കൂർ ആരാധന, തിരുഹൃദയ തിരുനാൾ എന്നിവയുടെ പ്രാധാന്യം. യേശുവിൻ്റെ തിരുഹൃദയം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും നിത്യമായ പ്രതീകമാണ്. ഈ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത എളിയ ഉപകരണമായിരുന്നു വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്ക്. അവളുടെ ജീവിതവും ദർശനങ്ങളും തിരുഹൃദയ ഭക്തിക്ക് സഭയിൽ നവോന്മേഷം പകർന്നു. വ്യക്തിപരവും സാമൂഹികവുമായ തലങ്ങളിൽ ഇന്നും ഈ ഭക്തി ഏറെ പ്രസക്തമായി നിലകൊള്ളുന്നു. യേശുവിൻ്റെ സ്നേഹാഗ്നി ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ അഭയം തേടാനും ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അതുവഴി സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കാനും
തിരുഹൃദയ ഭക്തി നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ. വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിൻ്റെ മാതൃകയും പ്രാർത്ഥനയും ഈ സ്നേഹയാത്രയിൽ നമുക്ക് വഴികാട്ടിയാകട്ടെ. നന്ദി.